ഇത് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോഴൊരു ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്ത് വലിയ രീതിയിലുള്ള പ്രസ്താവനയൊക്കെ ഇറക്കി അമേരിക്കയ്ക്ക് ഇപ്പോൾ 8ന്റെ പണി അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഹോർമുസിന്റെ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കെ അവിടുന്ന് കപ്പലുകൾ അവിടുത്തെ സൈന്യം ഇറാന്റെ സൈന്യം പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഹോർമുസ് വളരെ നിർണായകമായിരിക്കും. ഇനി അടുത്ത ഇറാന്റെ നീക്കം എന്താണ്, അല്ലെങ്കിൽ അമേരിക്ക ഇതിൽ ഇനി എന്തായിരിക്കും ഒരു നിലപാട് സ്വീകരിക്കുക? രേഷ്മ, ഇതിൽ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം അമേരിക്ക എന്ത് തീരുമാനിച്ചാലും ഹോർമുസിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആകെ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുക, ഇറാനിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനെ തകർത്ത് കളയുമെന്ന് പറയുക. ഇതൊക്കെ പറച്ചിലാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഇതേ സമയത്ത് അമേരിക്കയുടെ വെല്ലുവിളി ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നറിയിപ്പ് തകർത്തെറിഞ്ഞുകൊണ്ട് 34 ഇറാനിയൻ കപ്പലുകൾ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പാസ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് 34 ഇറാനിയൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നുപോയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇത് വെറുതെ IRGC പറയുന്നതോ അല്ലെങ്കിൽ ഇറാൻ വിടുവായത്തരം ട്രംപിനെ പോലെ വിടുവായത്തരം വിളിച്ചു പറയുന്നതോ അല്ല. നേരെ മറിച്ച് ഡാറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർടെക്സ, അതാണ് ആ ഡാറ്റ ട്രാക്കിംഗ് ഏജൻസി, അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ടൈംസ് എന്ന മാധ്യമമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കും, എല്ലാ കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും അതിലെ പോകാൻ കഴിയും എന്ന നിലയിലൊക്കെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്ന ട്രംപിൻ്റെ ആ വാക്കുകൾ വെള്ളത്തിൽ വരച്ച വരയേക്കാൾ മോശമായ അവസ്ഥയിലായി. അതുപോലെ തന്നെ ഇറാനിയൻ കപ്പലുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇറാൻ്റെ കപ്പലുകൾ അതിലെ പോകരുത് എന്നുള്ള ട്രംപിൻ്റെ വെല്ലുവിളിക്ക് പുല്ലുവില പോലും ഇറാൻ കൽപ്പിച്ചില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന പുതിയ വിവരമാണ്. 34 ഇറാനിയൻ കപ്പലുകൾ ട്രംപിൻ്റെ വെല്ലുവിളി നിലനിൽക്കെ ഹോർമുസ് കടലിടുക്ക് കടന്നു പോയിട്ടുണ്ട്. ഇറാനിലേക്കും ഇറാനിൽ നിന്ന് തിരിച്ചും ഈ കപ്പലുകൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ആധികാരികമായ വിവരമാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, രേഷ്മ നേരത്തെ ചോദിച്ചതുപോലെ ട്രംപിൻ്റെ തീരുമാനം എന്തായിരിക്കും, അമേരിക്കയുടെ നീക്കം എന്തായിരിക്കും, അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും, അതിലൊന്നും ഒരു പ്രസക്തിയില്ലെന്നേ. ഇവിടെ കളം നിറഞ്ഞാടുന്നത് ഇറാനാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇറാനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിലോ അല്ലെങ്കിൽ അടിച്ച ബ്രാൻഡ് മാറിപ്പോയതിൻ്റെ ലക്ഷണം എന്ന നിലയിലോ ഓരോ സമയത്തും ഓരോന്ന് വിളിച്ചു പറയാമെന്നതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കുക, 2 യുദ്ധതന്ത്രങ്ങളാണ് ഇറാൻ ആവിഷ്കരിക്കുന്നത്. അതായത് ഒന്ന്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന രീതി. അതായത് എങ്ങനെയാണോ അമേരിക്ക ഇറാനു നേരെ ആക്രമണങ്ങൾ നടത്തുന്നത്, ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്തുന്നത്, യുദ്ധതന്ത്രങ്ങൾ പയറ്റുന്നത്, ഭീഷണികൾ മുന്നോട്ട് വയ്ക്കുന്നത്, പുതിയ യുദ്ധ നീക്കങ്ങൾ നടത്തുന്നത്, അതിനെയൊക്കെ അമേരിക്കയെ കൊണ്ട് തന്നെ പിന്നോട്ടടിപ്പിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ തീരുമാനിക്കുകയാണ് ഇറാനെ ആക്രമിക്കണം, ഇറാനെ ബോംബിട്ട് തകർക്കണം, വെടിനിർത്തൽ ഇനിയില്ല, ഞങ്ങൾ ഇറാനെ തകർക്കാൻ പോവുകയാണ് എന്നൊക്കെ അമേരിക്ക തീരുമാനിച്ച് മുന്നോട്ട് വരികയാണെന്ന് വെച്ചു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ അധികം വൈകാതെ അമേരിക്ക തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉതകുന്ന വിധത്തിലുള്ള വലിയ സമ്മർദ്ദങ്ങൾ കൊടുത്തുകൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന പരിപാടിയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, രേഷ്മ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ നാണയത്തിലുള്ള തിരിച്ചടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇറാൻ TV പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്, അവരുടെ X പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ എന്താണ്, അത് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പോയിട്ടുള്ള കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നാൾ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ട്രംപ് പലപ്പോഴും പറഞ്ഞത്, ഇറാന് ഹോർമുസിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഹോർമുസ് കടലെടുക്ക് ഞങ്ങളുടേതാണ്, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു, ഇറാൻ്റെ ഭരണകൂടം 2 തട്ടിലാകുന്നു, അമേരിക്കയ്ക്ക് ഫേവറബിളായിട്ട് ഇറാനിൽ നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന മട്ടിലൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ട്രംപിൻ്റെ സകല അവകാശവാദങ്ങളും ഒന്നുമല്ലാതാക്കി കളയുന്ന, തകർത്തെറിയുന്ന തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. കപ്പലുകൾ പിടിച്ചെടുത്തു എന്ന വാർത്തകളും അവകാശവാദങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ അതെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള വീഡിയോകളും ഇറാൻ TV വഴി പുറത്തുവിട്ടിരിക്കുന്നത്. ആ കപ്പലുകളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2 വിദേശ വാണിജ്യ കപ്പലുകളാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒന്നിൻ്റെ പേര് MSC ഫ്രാൻസിസ്ക എന്നാണ്, രണ്ടാമത്തേതിൻ്റെ പേര് MSC എപ്പാമിനോഡൈസ് എന്നാണ് രണ്ടാമത്തെ കപ്പലിൻ്റെ പേര്.
US ഇറാൻ കപ്പലുകൾ ഹോർമുസിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതേ നാണയത്തിൽ തന്നെ അമേരിക്കയുടെ കൺമുന്നിൽ വെച്ച് ഹോർമുസിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഹോർമുസിൽ എന്ത് നടക്കണമെങ്കിലും ഞങ്ങൾ തീരുമാനിക്കും, ഹോർമുസിൽ ഇറാൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ വെല്ലുവിളിച്ച ട്രംപിന് മുന്നിൽ വെച്ച് എങ്ങനെയാണോ ഇറാൻ കപ്പലുകളെ കൈകാര്യം ചെയ്തത്, ഇറാനിലേക്കുള്ള കപ്പലുകളെ കൈകാര്യം ചെയ്തത്, പിടിച്ചെടുത്തത്, അതേ നാണയത്തിൽ തന്നെ ലോകത്തിന് മുന്നിൽ ട്രംപിനെയും അമേരിക്കൻ സൈന്യത്തെയും നാവികസേനയും ഒക്കെ നാണം കെടുത്തുന്ന വിധത്തിൽ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നും മാത്രമല്ല, മറ്റൊരു നിർണായകമായ പ്രഖ്യാപനം, അതായത് ഹോർമുസിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഞങ്ങൾക്കായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള നിർണായകമായൊരു പ്രഖ്യാപനവും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിങ്ങനെയാണ്: നാവിഗേഷനിൽ കൃത്രിമം കാണിക്കുകയോ ഇറാനിയൻ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ സകല കപ്പലുകൾക്കും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന IRGCയുടെ വെല്ലുവിളി. അതായത് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടിയ അതേ സമയത്ത് തന്നെ ഇറാനെതിരായ ഉപരോധവും നീട്ടിയിരിക്കുകയാണ്. പക്ഷേ ആ ഉപരോധമൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ഇറാൻ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഇറാൻ്റെ 34 കപ്പലുകൾ ആ വഴി പോയിരിക്കുന്നു. ഹോർമുസിൽ ഞങ്ങളുടെ ഉപരോധം തുടരും എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴാണ് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ അവരുടെ ചരക്ക് കപ്പലുകൾ ആ വഴിക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഒന്നുമല്ലാതായി മാറുന്ന ട്രംപിനെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. ഇപ്പൊ ഏതു പറഞ്ഞതുപോലെ തന്നെ ഹോർമുസ് വളരെ നിർണായകമാണ്. അവിടെയാണ് ഇപ്പോൾ US ഞങ്ങളും ഉപരോധം ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇറാന്റെ കപ്പലുകൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇറാൻ അത് ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇറാന്റെ 34 കപ്പലുകൾ അതുവഴി കടന്നിട്ടുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ട്രംപ് അവിടെ ഞങ്ങൾ ഉപരോധം നടത്തുന്നു എന്ന് പറഞ്ഞ് അവിടെ തമ്പടിച്ച് നിൽക്കുന്നതിന്റെ ആവശ്യം? അല്ലെങ്കിൽ ട്രംപിന് ഒരു പക്ഷേ അവിടുന്ന് മാറി, അല്ലെങ്കിൽ ആ ഉപരോധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കാര്യം കൂടി ചിന്തിച്ചൂടെ? കാരണം അവിടെ ചെന്ന് നോക്കുകുത്തി പോലെ നിൽക്കുകയാണ്. ഈ പറയുന്ന ഈ ട്രംപിന്റെ മുന്നിൽ കൂടിയാണ് ഈ ഇറാൻ ഇത്തരം രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഉപരോധത്തിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടോ? അല്ല, ഉപരോധത്തിൻ്റെ ആവശ്യം എന്നുള്ളതല്ല, ഈ യുദ്ധത്തിന് തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു തലയ്ക്ക് വെളിവില്ലാത്തവൻ കാരണം ഈ ലോകം മുഴുവൻ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. തലയ്ക്ക് വെളിവില്ലായ്മ എന്നുള്ളതൊരു കുറ്റമല്ല, പക്ഷേ അങ്ങനെ വെളിവില്ലെങ്കിൽ അടങ്ങി വീട്ടിലിരിക്കണം. അല്ലാതെ ലോക നേതാവാണ്, ലോകത്തിൻ്റെ വലിയ അധിപനാണ്, പോലീസാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ ഇമാതിരി കുടുക്കിപ്പോയി ചാടും. പക്ഷേ അവനവൻ തന്നെ ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടി അവനവന് തന്നെ വല്ലതും പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ വെളിവില്ലാത്തവൻ ലോകത്തെ മുഴുവൻ അതിൻ്റെ കൂടെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 2 മാസമാവാറായി ഈ എണ്ണക്കപ്പലുകൾ, ഏതാണ്ട് 200ഓളം എണ്ണക്കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ചുറ്റും വിന്യസിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി കിടക്കാൻ തുടങ്ങിയിട്ട്, ശരിക്കും മരത്തടികൾ കിടക്കുന്ന പോലെ. അതിൻ്റെ കുറേ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നിട്ടുണ്ട്, ആകാശ ദൃശ്യങ്ങൾ. അതായത് നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കുളത്തിലൊക്കെ ഇലകൾ വീണ് കിടക്കുന്ന പോലെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കപ്പലുകൾ കൂട്ടമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തുടരാൻ തുടങ്ങിയിട്ട് 60 ദിവസം കഴിഞ്ഞു. ഇതിൻ്റെ മൂലകാരണം ആരാണ്? ഇതിൻ്റെ കാരണക്കാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. തുരുതുര അടികിട്ടി നല്ല പോലെ ഇസ്രായേൽ പൊളയുന്നുണ്ട്. ഇസ്രായേലിൽ ചില വിവരദോഷികളായ മലയാളികൾ ഉണ്ട്. അവർ ഈ യുദ്ധത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇസ്രായേൽ ചെയ്തതൊക്കെ ശരിയാണ്, ഗംഭീരമാണ്, നന്നായിപ്പോയി എന്ന മട്ടിലൊക്കെ ലോകത്തിൻ്റെ ഒരു വിവരവും ഇല്ല, ലോകത്തെക്കുറിച്ച്, ലോകകാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഈ വർഗീയത മാത്രം മുന്നിൽ നിർത്തിയിട്ട് ഇറാനിലെ ഇസ്ലാമിക ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഒച്ചയെടുക്കുന്ന കുറേ അവന്മാരുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള നഷ്ടം ഈ യുദ്ധത്തിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ 41% വരുന്ന അവരുടെ സമ്പത്ത്, ആയുധശേഖരം, 2 തരത്തിലായാലും, ഇപ്പോൾ ആയുധശേഖരം 41% കുറഞ്ഞാൽ അത്രയധികം സമ്പത്ത് അതിലേക്ക് ഒഴുക്കണം, എങ്കിലേ അത് റീഫിൽ ചെയ്യാൻ പറ്റൂ. ഏതാണ്ട് പകുതിക്കടുത്ത് ആയുധശേഖരത്തിന് കുറവുണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ സ്വയം പ്രതിരോധശേഷി തകർന്നിട്ടുണ്ട്. താഡ്, ആരോ തുടങ്ങിയ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇന്ന് നമ്മുടെ ആങ്കർ വിദ്യ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അത്
അവിടെ അമേരിക്കൻ സൈന്യത്തിനുണ്ടായ വലിയ നാശനഷ്ടങ്ങൾ അമേരിക്ക മറച്ചു വയ്ക്കുകയാണ്. ട്രംപ് പറഞ്ഞത് അത്രയും നുണയാണ് എന്ന് തെളിയിക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. എന്ന മട്ടിലൊക്കെയുള്ള പല കണക്കുകളും കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആരംഭ ശൂരത്വമൊക്കെ പോയി. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ അധികം പറയുന്നില്ല. ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങൾ ആക്രമിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, മറയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇസ്രായേലിനും സാധിക്കുന്നില്ല. കാരണം അതുപോലത്തെ അടിയാണ് ഇസ്രായേലിനുള്ളിൽ കിട്ടിയത്. ഗസയുടെ ഒരു ഭാഗം തകർന്നു കിടക്കുന്നത് പോലെയാണ് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ എന്നിട്ട് ഇറാനെ ആക്രമിക്കാൻ കഴിയാത്തതിൻ്റെ കലിപ്പ് തീർക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ എന്ന് പറഞ്ഞുകൊണ്ട് ലെബനനിലേക്ക് കുറേ ബോംബുകൾ ഇട്ടിട്ടാണ് ഇസ്രായേൽ ഒരു ആത്മനിർവൃതി കണ്ടെത്തുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും, അഴിമതി കേസിൽ ആശാനകത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വഴിയെ പോകുന്ന അടി അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് മേടിച്ചു കൂട്ടുക, എന്നിട്ട് യുദ്ധമാണ് ഞങ്ങൾ ജയിക്കുന്നു എന്ന് പറഞ്ഞ് ഭീരുത്വം അടിച്ചിറക്കുക, പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് ബോംബിടുക, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ സ്ഥിരം ശൈലി. ധൈര്യം എന്നുള്ളത് ഏഴയലത്തൂടി പോയിട്ടില്ല. വാ തുറന്ന് വലിയ വർത്തമാനം പറയാൻ എല്ലാത്തിനും വലിയ മിടുക്കാണ്. പക്ഷേ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ വെടികൊണ്ട പന്നിയെപ്പോലെ ഓടുന്ന സാഹചര്യമാണ് നെതന്യാഹു കാണിക്കുന്നത്. ഏതാണ്ട് ട്രംപിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇപ്പോൾ രേഷ്മ നേരത്തെ ചോദിച്ച പോലെ എന്തിനാണ് ഈ ഉപരോധം എന്ന് ചോദിച്ചാൽ ആർക്കറിയാം എന്തിനാണ് ഈ ഉപരോധം. അതായത് ഈ യുദ്ധം തന്നെ എന്തിനായിരുന്നു? പോട്ടെ, യുദ്ധം റെജീം ചേഞ്ചിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് റെജീം ചേഞ്ച് സംഭവിച്ചോ? ഇല്ല. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായോ? ഇല്ല. ഈ ട്രംപ് ഉദ്ദേശിച്ച് എന്തെങ്കിലും ഒരു കാര്യം നടന്നോ? ഇറാൻ്റെ മിസൈൽ ശേഷി തകർക്കുമെന്ന് പറഞ്ഞു, നടന്നില്ല. അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് ഇറാൻ്റെ വൻ ആയുധശേഖരം വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ്. അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖാംനെയെ കൊലപ്പെടുത്തിയപ്പോൾ പറഞ്ഞു അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയാണ്, അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഭരണകൂടത്തിനെതിരാണ്, ഇസ്ലാമിക ഭരണത്തിനെതിരാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെ ജനങ്ങൾ അണിനിരക്കും, എൻ്റെ സൈന്യം ജനങ്ങളെ പിന്തുണയ്ക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞു. പക്ഷേ ഖാംനെയി കൊല്ലപ്പെട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ട്രംപ് പറഞ്ഞതിന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതായത് ജനങ്ങൾ, ആത്മാഭിമാനമുള്ള ഇറാൻ ജനത, അവർ ആ ഭരണകൂടത്തിനൊപ്പം ഉറച്ചു നിന്നു. മുജ്തബ ഖാംനെയി എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖാംനെയിയേക്കാൾ വലിയ പാശ്ചാത്യ വിരോധിയാണ്, അമേരിക്കൻ വിരോധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത വിധത്തിൽ കട്ടുകട്ടിയായ അതികഠിനമായ നിലപാടുകളുമായിട്ട് ഇറാൻ ശക്തമായി തന്നെ കളത്തിൽ നിന്നു. അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കണക്കുകൂട്ടലിൽ തെറ്റിച്ചത്. ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കുക കൂടി ചെയ്തതോടുകൂടി പിന്നെ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയായി. കാരണം അമേരിക്ക ഇറാൻ അങ്ങനെ ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കുമെന്ന് കരുതിയില്ല. ഇനി പിടിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ അമേരിക്കൻ പടക്കപ്പലുകൾ കൊണ്ടിട്ടാൽ ഇറാൻ ഭയന്നോടും, അമേരിക്കൻ പടക്കപ്പലുകൾ ഉപയോഗിച്ച് ഇറാനെ തകർക്കാം എന്നെല്ലാമാണ് കരുതിയത്. പക്ഷേ എന്താ സംഭവിച്ചത്? കൊണ്ടുവന്നിട്ട 13 അമേരിക്കൻ പടക്കപ്പലുകൾ ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് തീരത്തിൻ്റെ 7 അയലത്ത് പോലുമില്ല. ഏതാണ്ട് 200-ലധികം നോട്ടിക്കൽ മൈൽ ദൂരെ, അതായത് അറബ് രാജ്യങ്ങളുടെ ഗൾഫിൻ്റെ തീരത്ത് നിന്ന്, ഇറാൻ്റെ തീരമല്ല, ഗൾഫ് തീരത്ത് നിന്ന് ഏതാണ്ട് 100 കണക്കിന് കിലോമീറ്ററുകൾ, നോട്ടിക്കൽ മൈല് അകലെയാണ് ഈ കപ്പലുകൾ ഇപ്പോഴുള്ളത്. അതായത് അടിപേടിച്ച് ഉള്ള ജീവനം കൊണ്ട് ഓടിയതാണ്. അപ്പോൾ ഈ ഉപരോധം ഇറാനെ പേടിപ്പിക്കാനും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഇറാനെക്കൊണ്ട് ഹോർമൂസ് കടലെടുക്ക് തുറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇറാനെ ഉപരോധിക്കുമെന്ന് അമേരിക്ക പറഞ്ഞത്. പക്ഷേ ഇറാനെ ഉപരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. 34 ഇറാനിയൻ കപ്പലുകളാണ് പോയത്, ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളാണ് അമേരിക്കയുടെ കൺമുന്നിലൂടെ പോയത്. അതോടുകൂടി ഇനി ഈ ഉപരോധം കൊണ്ടൊരു കാര്യവുമില്ല എന്ന് വ്യക്തമായി. പക്ഷേ അമേരിക്കയ്ക്ക് നാണക്കേട് മറയ്ക്കാൻ, അതായത് ഇറാനെ ഞങ്ങൾ ഉപരോധിച്ചു, ഞങ്ങൾ ഇറാനെ ഉപരോധിച്ചു എന്ന മട്ടിൽ ഒരു പിടിച്ചു നിൽക്കൽ നാടകമായിട്ട്, അല്ലെങ്കിൽ അഭിമാനം സംരക്ഷിക്കാനുള്ള അവസാന മാർഗമായിട്ടുള്ള തള്ള് എന്ന നിലയിലേക്ക് നമുക്കതിനെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഈ ഒരു ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഇരു രാജ്യങ്ങളും തുടരുകയാണെങ്കിൽ ഇപ്പോൾ 80%, അതായത് അവരുടെ ഈ ഗൾഫ് മേഖലകളിൽ അവർ ഫുഡിനെ ആശ്രയിച്ചാണ്, ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ 80%-ഓളവും ഈ ആഹാര വസ്തുക്കളൊക്കെ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരേണ്ടത്. മാത്രമല്ല ഈ എണ്ണ ഉൾപ്പെടെ വാതക പ്രശ്നങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ ലോകം മൊത്തത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് തുടരുമ്പോൾ ഈ ഉപരോധം വളരെ നിർണായകമാണ്. അപ്പം അത് എത്രത്തോളമായിരിക്കും വീണ്ടും അമേരിക്കയ്ക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകുക, അല്ലെങ്കിൽ അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകുക? അല്ല, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരെ നേരിട്ടൊരു ആക്രമണം ഇപ്പോഴും ഇറാൻ നടത്തിയിട്ടില്ല. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ തകർക്കുന്നതടക്കമുള്ള നീക്കങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഗൾഫ് രാജ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ
ആഹാര വസ്തുക്കൾ ഗൾഫിലേക്കുള്ള ഇറക്കുമതി, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ എണ്ണ ആഭ്യന്തര വിപണിയിലേക്ക്, അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കിപ്പോൾ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ നല്ല നിലയിലായതിനാൽ ഒരു പക്ഷേ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകാൻ ഇനിയും സാധ്യതയില്ല. കാരണം നമ്മുടെ ഭരണകൂടം കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, ഇറാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല രാജ്യങ്ങളും നേരിട്ട കടുത്ത പ്രതിസന്ധി ഇപ്പോഴും നമ്മളെ തേടി എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും അത്രയധികം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഏത് നിമിഷവും ലോകക്രമം തന്നെ മാറുന്ന വിധത്തിലേക്ക് ഈ വിഷയം മാറാം. അതായത് അമേരിക്കയും ഇസ്രായേലും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്തു തുടങ്ങിയ അല്ലെങ്കിൽ ആരംഭിച്ച ഈ യുദ്ധം അവരെ കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല. അവർ പറഞ്ഞിടത്തേക്കും യുദ്ധം പോകുന്നില്ല. ഇറാനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ യുദ്ധ സാഹചര്യം രൂക്ഷമാക്കി തങ്ങളെ ആക്രമിച്ചവരെ പരമാവധി ശിക്ഷിക്കുക എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ ഈ പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് ഇറാൻ പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ ആര് വിചാരിച്ചാലും ഹോർമുസ് കടലെടുക്കൊന്നും തുറക്കാൻ പോകുന്നില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളോട്ട് ഇറാൻ അംഗീകരിക്കുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് നിരുപാധികം കീഴടങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങി വെച്ചവർ തന്നെ സാഷ്ടാംഗം പ്രണമിച്ച് ഇറാൻ പറയുന്നതെല്ലാം അംഗീകരിച്ച് പിന്മാറുന്നത് വരെ ലോകം മുൾമുനയിൽ തന്നെയാണ്. പതിയെ ഇന്നിപ്പോൾ വന്ന വാർത്ത, ഇന്ധനവിലയിൽ ചാഞ്ചാട്ടമുണ്ടായതിനെ തുടർന്ന് ഓഹരി വിപണികൾ തകരുന്നുണ്ട്, തകർച്ചയുടെ പാതയിലാണ്. ഇന്ധനവില കുതിച്ചുയരാനുള്ള ട്രെൻഡ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ പിടിച്ചുലയ്ക്കും. അമേരിക്കയ്ക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അമേരിക്കയിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അങ്ങനെ കടുത്ത സമ്മർദ്ദം വരുമ്പോൾ ഇറാൻ പറയുന്നതെല്ലാം അംഗീകരിച്ച് പിന്മാറുക എന്നതല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല.